السلام عليكم ورحمة الله نحمده ونستعينه ونؤمن به ونتوكل عليه يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا خير الكلام كلام الله وهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ടവരെ, മുസ്ലിം നാമധാരികളിൽ പോലും ആത്മഹത്യാ വർധനവ് ഉണ്ടാകുമ്പോൾ, വർദ്ധിച്ച ആത്മഹത്യകൾ വരുമ്പോൾ എന്താണ് പരിഹാരം? 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ, നമസ്കാരങ്ങളിലേക്ക് പുറപ്പെടുന്ന മനുഷ്യൻ, ജുമാകൾക്ക് പുറപ്പെടുന്ന മനുഷ്യൻ, ജുമാ നമസ്കാരവും കുതുബവും കേൾക്കുന്ന മനുഷ്യൻ, വേണ്ട ഓരോ വക്കത്തിലും 5 വക്കത്തിലെ ഓരോ വക്കത്തിലും ഇമാമത്തായി നിൽക്കാൻ, മഹ്മൂമായി നിൽക്കാൻ ഒന്നാമത്തെ സഫിൽ തന്നെ ഉണ്ടാകുന്ന മനുഷ്യന്മാർ പോലും ഈ ലോകത്തോട് ആത്മഹത്യ ചെയ്തുകൊണ്ട് വിട പറയുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ അതിലൂടെ ഉണ്ടാകുകയാണ്. സുഹൃത്തുക്കളെ, ഒരു കുടുംബത്തിന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിൻ്റെ അനന്തരഫലം എന്നോണം, ഒരാളുടെ ആത്മഹത്യ കാരണമായി അതിൻ്റെ അനന്തരഫലം എന്നോണം എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ്റെ മാതാവും മക്കളും ഭാര്യയും, ഒരു ഭാര്യ വിധവയാകുന്നു, മക്കൾ അനാഥരാകുന്നു, പ്രയാസത്തിൻ്റെ മുകൾ പ്രയാസം. ആ സമൂഹത്തിൽ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു ആത്മഹത്യ കൊണ്ട് എല്ലാം രക്ഷപ്പെട്ടു, എല്ലാം ഇനിയൊന്നും പേടിക്കാനില്ല എന്ന് കരുതിയിട്ടാണോ ഇവർ യാത്ര പോകുന്നത്? എങ്കിൽ ഭയങ്കരമായ ഒരു ദിവസത്തിൻ്റെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്? ഫാത്തിഹ ഓതുന്ന മനുഷ്യൻ, ആയത്തുകുർസി പാരായണം ചെയ്യുന്ന മനുഷ്യൻ, ഓരോ ഫർദ് നമസ്കാരത്തിനും നിന്നിട്ട് എന്താണ് നമ്മൾ പറയുന്നത് എന്ന് തീർച്ചയായും നിങ്ങൾ അറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ ഇന്നസ്സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആർക്കാ അറിയാത്തത് ഇത്? ആരാ വജ്ജഹ്തു പാരായണം ചെയ്ത്, ആരാ ഫാത്തിഹ പാരായണം ചെയ്യാത്ത ആളുകളിൽ, മുസ്ലിങ്ങളിൽ? എന്നിട്ടും എന്തുകൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്യുന്നു? അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മൾ. തീർച്ചയായും എൻ്റെ നമസ്കാരവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിനാണ് അർപ്പിക്കുന്നു എന്ന് പറയുന്നു. ബലികർമ്മവും നേർച്ചയും വഴിപാടുകളും എല്ലാം അള്ളാഹുവിനാണ്. ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കേണ്ട മനുഷ്യൻ. മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ആത്മസമർപ്പണം നടത്തുക, സമർപ്പിക്കുന്നതിന് അള്ളാഹുവിന്. ചില ആളുകൾ പറയും ഡിപ്രഷൻ കൊണ്ടാണ്, ടെൻഷൻ കൊണ്ടാണ്, പ്രയാസം കൊണ്ടാണ്, ഓൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങൾ, കടബാധ്യതകൾ കൊണ്ട്, ഡിപ്രഷൻ കൊണ്ട്, എന്ത് കാരണമിട്ട് വിളിച്ചാലും അങ്ങനെ സംഭവിക്കുന്നു. ഇനി എന്തെന്ത് കാരണം പറഞ്ഞാലും, ഒരു മനുഷ്യനുണ്ടാകുന്നതിന് പറ്റിയ ഏറ്റവും വലിയ കടം എത്രയാണ്? അവന് വിടാൻ പറ്റാത്തത്ര ഒരു വലിയ ഭാരമാണോ? ഒരിക്കലുമല്ല. ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ, മറ്റൊരു നാട്ടിലേക്കോ, മറ്റൊരു പ്രയാസമില്ലാത്ത സ്ഥലത്തേക്കോ പോയാൽ നിസ്സാരമായി അവൻ വിടാൻ പറ്റുന്ന കടമായിരിക്കും അത്. എടുത്തുചാട്ടം കൊണ്ട് മറ്റുള്ളവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവരുമുണ്ട്. മറ്റുള്ളവർ അവൻ ജീവിതത്തിൽ അവൻ അനുഭവിക്കട്ടെ, എൻ്റെ കുടുംബം അനുഭവിക്കട്ടെ, ഉമ്മ അനുഭവിക്കട്ടെ, മക്കൾ അനുഭവിക്കട്ടെ, ഇനി ഭാര്യ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറയുന്ന, ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. ഭീരുക്കളാണ് ഇവരെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ എല്ലാം അവസാനിക്കുമോ? ഇല്ല. മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഖുർആൻ നിരവധി തവണ വിരൽ ചൂണ്ടുന്നു. എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ച്. ഇതെന്തിനു വേണ്ടിയാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്? സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വെറുതെ സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, അങ്ങനെയാണോ? അല്ല. നമ്മുടെ വിശ്വാസം അടിയുറക്കണമെങ്കിൽ നിരന്തരമായി കേൾക്കുകയും പാരായണം ചെയ്യുകയും അർത്ഥം കേൾക്കുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും നല്ല വീഡിയോകൾ കാണുകയും ഒക്കെ ചെയ്യണം സഹോദരങ്ങളെ. വിശാലമായ ദുനിയാവ് വിശാലമാണ്. പലപ്പോഴും നമ്മൾ ഇടുങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. പലപ്പോഴും പലരും ഒരു ഇടുങ്ങിയ പോലെ ജീവിതം. ഓൻ്റെ ഭാര്യ, ഓൻ്റെ മക്കൾ, ഓൻ്റെ ചെറിയൊരു വീട്, ആ സിറ്റുവേഷൻ, അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്ത പോലും മനുഷ്യന് വന്നിട്ടില്ല. വിശാലമാണ് ലോകം. ഇവിടെ നിനക്ക് പണിയില്ലേ? നീ നിൽക്കുന്ന നാട്ടിൽ നിനക്ക് പണിയില്ലേ? ഇവിടെ നിൻ്റെ ബിസിനസ് നടക്കുന്നില്ലേ? കച്ചവടം നടക്കുന്നില്ലേ? നിനക്ക് പ്രയാസമുണ്ടോ? മറ്റൊരു സ്ഥലത്തേക്ക് പോ. ദുനിയാവ് വിശാലമാണ്. ഗൾഫ് പോ, എത്ര യൂറോപ്യൻ കൺട്രിയിൽ പോ, ജോലി ചെയ്യ്, അധ്വാനിക്ക്, ബിസിനസ്സുകൾ തുടങ്ങ്, പ്രയാസങ്ങൾ മാറ്റ്. ഇനി അഥവാ കുടുംബത്തിലെ പ്രയാസമാണോ, ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടുള്ള പ്രയാസമാണോ, പ്രാർത്ഥനകളിൽ മുഴുകുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെ വിവാഹം ചെയ്യിപ്പിച്ചു തന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയാണോ, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വിവാഹം ചെയ്തത്? ഒരു ബുദ്ധിമുട്ട് ഇടുങ്ങി അല്ല, ഇണകളും തുണകളായും സൃഷ്ടിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണത്. നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. അവളുടെ പകുതിയാണ് അവന് പരസ്പരം വസ്ത്രങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഒരാളുടെ വസ്ത്രം എത്രമാത്രം ഒരാളുടെ വസ്ത്രം ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവോ, അവൻ്റെ ശരീരത്തിൻ്റെ മറഞ്ഞ ഭാഗങ്ങൾ കാണാത്ത പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവോ, അതുപോലെ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവർ, പരസ്പരം സാന്ത്വനമായി മാറേണ്ടവർ. അവളൊരു പ്രയാസമല്ല, ഭാര്യ ഒരു പ്രയാസമല്ല, ഭർത്താവ് ഒരു പ്രയാസമല്ല. അതേപോലെ നിങ്ങളുടെ കൃഷിയിടമാകുന്ന ഭാര്യമാർ എന്ന് പറഞ്ഞ പദപ്രയോഗം കാണാൻ വേണ്ടി സാധിക്കും. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഒരു ഉപമയുടെ ഉപമ അലങ്കാരത്തിലൂടെ എന്തുകൊണ്ടാണ് പഠിക്കും? മനുഷ്യന് കഷ്ടമെന്ന് തോന്നുന്ന, പ്രയാസമെന്ന് തോന്നുന്ന ഉപമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തമായി മനസ്സിൽ പതിയാൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുകയാണ്. ഒരു കർഷകനും അവൻ്റെ കൃഷിയുമായുള്ള ബന്ധമെന്താ, അവൻ്റെ കൃഷിസ്ഥലവുമായുള്ള ബന്ധമെന്താ മനസ്സിലാക്കി നോക്കുക. അപ്പം അത്രത്തോളം ആഴത്തുള്ള ബന്ധമാണ് ഭാര്യയും ഭർത്താവുമായിട്ട്. അതേപോലെ കൺകുളിർമയാണ് നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺകുളിർമയാകണം അവർ നമ്മുടെ മക്കൾ. എന്തുകൊണ്ടൊരു മക്കളൊരു ഭാരമായി മാറുന്നു? എന്തെങ്കിലും അസുഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാൻ കഴിവുള്ളവനാണ്. അള്ളാഹുവിനെക്കുറിച്ച് അചഞ്ചലമായി പഠിക്കാനും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ളവനാണ്. ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞു, ഭയങ്കരമായ ഡിപ്രഷൻ, ഭയങ്കരമായ ടെൻഷൻ, ഭയങ്കരമായ പ്രശ്നത്തിലാണ് ഞാൻ. എന്താ? കുടുംബ പ്രശ്നം, സാമ്പത്തികമായ പ്രശ്നം. അതെ, ഇതിനെല്ലാം പരിഹാരമുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ്, ധാരാളമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു ബിസ്ക്കറ്റിന് പോലും ആവശ്യപ്പെടുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? ഒരു കുട്ടി ബിസ്ക്കറ്റിന് എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? എത്രമാത്രം കരഞ്ഞോടെ ചോദിക്കുന്നു, എനിക്ക് എന്താ വേണ്ട? ഒരു ബിസ്ക്കറ്റ്, ഓൻ്റെ ഒരു ചെറിയ കളിപ്പാട്ടം. അതിനുവേണ്ടി എങ്ങനെ ഒരു മാതാവിനോടും പിതാവിനോടും അവൻ ചോദിക്കുന്നത്? ഈ എത്രമാത്രം കരഞ്ഞും പ്രയാസപ്പെട്ട അവനെ ഒന്നും വീട്ടിൽ നിന്ന് കൂട്ടാൻ, ഒരു ടൗണിലേക്കോ എവിടേക്കും പോകുമ്പോൾ ഒരു കുട്ടിയെ കൂട്ടാതെ നമ്മൾ പോകുന്ന അവസ്ഥ ചിന്തിച്ച് നോക്കുക. ഈ എത്രമാത്രം കരഞ്ഞ് തിരഞ്ഞിട്ടാണ് അവൻ ആവശ്യപ്പെടുന്നത്, അവനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ചോദിച്ചിട്ട്. അതുപോലെ റബ്ബിനോട് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ഹൃദയം പൊട്ടിക്കൊണ്ട് ചോദിക്കണം. അള്ളാഹു നിങ്ങൾ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. ഏത് പ്രയാസം, എത്ര വലിയ പ്രയാസം, എത്ര വലിയ കടവും, എത്ര വലിയ ബുദ്ധിമുട്ടും നീക്കിത്തരാൻ, മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളുടെ പ്രയാസം നിങ്ങൾ വിചാരിക്കും, എനിക്ക് മാത്രം ദുനിയാവിൽ പ്രയാസം, എനിക്ക് മാത്രം ദുഃഖം, എനിക്ക് മാത്രം വിഷമം, എനിക്ക് മാത്രം ഭാര്യയുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം, എനിക്ക് മാത്രം കിട്ടിയ ഇങ്ങനത്തെ ഭാര്യ, എനിക്ക് മാത്രം കിട്ടിയ ഇങ്ങനത്തെ മക്കൾ, എനിക്ക് മാത്രം കിട്ടിയ ഇങ്ങനത്തെ മാതാവ്. അല്ല, ലോകത്തുള്ള സകല മനുഷ്യരും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും സങ്കടത്തിലുമാണ്. ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ. സമ്പത്തുള്ളവൻ സമാധാനത്തിൻ്റെ വിഷയത്തിൽ, കുടുംബ അന്തരീക്ഷമുള്ളവൻ മറ്റൊരു വിഷയത്തിൽ. എല്ലാം കുടുംബങ്ങളിലെ കാര്യങ്ങളുണ്ട്, പക്ഷേ മറ്റൊരു വിഷയത്തിൽ അവൻ പ്രയാസത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിലും പ്രയാസം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്ക് പോലെ, ഒഴുക്ക് ചാല്. നിങ്ങൾ മഴ പെയ്യുമ്പോൾ ഒഴുക്ക് ചാല് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? അതെങ്ങനെയാണ് പോകുന്നത്? അത് ചില സ്ഥലത്ത് ഉണ്ടാവും വളവും തിരിവൊക്കെ ഉണ്ടാവും. അതങ്ങനെ ആ വളവും തിരിവിലൂടെ ഇങ്ങനെ പോകേണ്ടി വരും ആ വെള്ളം. ചില സ്ഥലത്ത് വലിയ കുഴി ഉണ്ടാവും, ആ കുഴി നിറഞ്ഞിട്ട് വേണം ആ വെള്ളം അങ്ങോട്ട് പോകാൻ. അതിൻ്റെ അപ്പുറം പോവില്ല. അല്ലാതെ അതുപോലെയാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ. അതുപോലെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഖുർആനിലെ എത്ര വചനങ്ങൾ നിങ്ങൾക്ക് സാന്ത്വനം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ ധൃതിപ്പെട്ട് വരുവാൻ. ചില ആളുകൾ കഞ്ചാവിനും മയക്കുമരുന്നുകൾക്കും മറ്റൊന്നും ഇതിനും അടിമപ്പെട്ടിട്ട് ഇനി എന്തും ജീവിക്കണം. ഈ അടുത്ത കാലത്ത് ഒരാൾ മാതാവിനെ കൊന്നിട്ട് പറഞ്ഞെന്താ, എനിക്ക് ജന്മം നൽകി എന്നതിൻ്റെ പേരിലാണ് ഞാൻ അവരെ കൊന്നത്. എന്താ, എത്രയും ഞാൻ ഡിപ്രഷനിലായിപ്പോയി. ആ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും മറ്റും അഡിക്ഷനിൽ അടിമപ്പെട്ടു പോയി. അതിൻ്റേതായ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ദുഃഖത്തിലും ദുരിതത്തിലാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മാതാവ് എനിക്ക് ഇങ്ങനെ ജന്മം നൽകിയത്. അല്ല, നീയാണ് നിന്നെ അങ്ങനെ ആക്കിയത്. എൻ്റെ മാതാവോ പിതാവോ പൂർണ്ണമായി കാരണക്കാരല്ല അതിന്. ചെറിയൊരു വിഹിതം അവർക്കൊണ്ട് നിന്നെ വളർത്തിയെടുക്കുന്നതിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം. അവരോട് ക്ഷമിക്കുക. മാതാപിതാക്കളോട് നമുക്ക് ഏറ്റവും അധികം ക്ഷമിക്കേണ്ടത്, അവരോട് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്. അവർ മോശക്കാരായിരുന്നാൽ പോലും എന്തുകൊണ്ട്? സ്വർഗ്ഗത്തിന് ശേഷം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. അവിടെ വിചാരണ ചെയ്യപ്പെടും. നിൻ്റെ മാതാവിനെ നിന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട്, നിൻ്റെ പിതാവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിനക്ക് അന്യായവും അനീതിയും നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും വിചാരണ ചെയ്യും. മാതാവിനെ ചോദ്യം ചെയ്യും, പിതാവിനെ ചോദ്യം ചെയ്യും. എന്തുകൊണ്ട് അനീതി കാണിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. യാതൊരു സംശയവുമില്ലാതെ ഡിപ്രഷനിലേക്ക് അകപ്പെട്ടു പോയിട്ട് ഇനി ഒരു മാറ്റമില്ല. ഇനി എനിക്ക് എന്തിന് ജീവിക്കണം? ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി പറഞ്ഞെന്താ, പോൺ സൈറ്റിന് അടിമപ്പെട്ടിട്ട് ഇനിയില്ല. കാരണം മണിക്കൂറുകൾ, 6-7 മണിക്കൂറുകൾ കണ്ടാൽ മാത്രമേ അവന് സ്വയം ഭോഗം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. വേറെ രക്ഷയില്ല. ജീവിതം അതിൽ തന്നെ അഡിക്റ്റായി. അവസാനം ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു. എല്ലാത്തിനും പരിഹാരമുണ്ട്. സൈക്കാട്രിസ്റ്റുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, ഉന്നതമായ ആളുകളുണ്ട്, ഉന്നതമായ പഠനങ്ങളുണ്ട്, രീതികളുണ്ട്. എന്നിട്ട് ഡോക്ടർമാർ അവസാനം വിധി എഴുതി അവനെ പരിശോധിച്ച് അവനെ സുഖപ്പെടുത്തി അവൻ്റെ ആ ഡിപ്രഷൻ്റെ സ്റ്റേജിൽ നിന്ന് മൊത്തമായി പൂർണ്ണമായി അവനെ ഇനി ഒരിക്കലും കാണുകയില്ല എന്നിടത്തേക്ക് അവൻ പൂർണ്ണമായി മാറി. എൻ്റെ ഡോക്ടർമാർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി അവന് വിവാഹം ചെയ്യാൻ സാധ്യമല്ല. ചെറുപ്പക്കാരനായിരുന്നു, വിവാഹം ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താ? അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏത് വികാരമുണ്ടാകുക എന്നവൻ്റെ ആ പ്രക്രിയ, അതായത് എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലായി കാണും സഹോദരങ്ങളെ.
അപ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാണുമ്പോൾ പല കാര്യങ്ങളും പല സൈറ്റുകളും കാണുമ്പോൾ പരിശോധിക്കുമ്പോൾ അതിങ്ങനെ കണ്ട് ആസ്വദിക്കുമ്പോൾ അത് നിങ്ങളെ ക്രൂരനാക്കും. മറ്റുള്ളവർ ആത്മഹത്യ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കൊല്ലുന്നത് വെച്ചാൽ അത് ഇങ്ങനെയുള്ള രംഗങ്ങൾ നിരന്തരമായി സിനിമകളിലും മൂവികളിലും പോൺ സൈറ്റുകളിലും അതിക്രൂരമായ രംഗങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഹൃദയങ്ങൾക്ക് അടുത്തു പോകരുത്. ഹൃദയങ്ങൾ നല്ല ലോലമാക്കി വെക്കണം. മൃഗങ്ങളുടെ കൂടെയും കുട്ടികളുടെ കൂടെയും സമയം ചെലവഴിക്കുകയും നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഖുർആൻ അഗാധമായി വായിക്കുകയും അനാഥകളുടെ ശിരസ് തറുകയും ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ ലോലമാക്കി വെക്കണം. ഒരിക്കലും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അടുത്തു പോകരുത്. ഒരു പക്ഷിക്കുഞ്ഞ് വെള്ളം കിട്ടാതെ പെടയുമ്പോൾ നമുക്ക് വേദനിക്കണം. ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ നമുക്ക് വേദനിക്കണം. ഒരു കുഞ്ഞിനെ ഒരാൾ വധിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകണം, പ്രയാസം ഉണ്ടാകണം. പച്ചയായ മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കണം. ക്രൂരന്മാരും ആയി നമ്മളൊരിക്കലും മാറരുത്. വിശുദ്ധ ഖുർആനിൽ എത്ര വചനങ്ങൾ നമുക്കറിയാവുന്ന വചനങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിക്കുന്നില്ല. വജ്ജഹുദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ആയത്തിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥവും പരിഭാഷയും പഠിക്കുക. അരമണിക്കൂർ സംസാരിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. പൂർണ്ണമായ എല്ലാ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷേ ആയത്തിൽ ചിന്തിക്കണം. ചില ആളുകൾ വിചാരിക്കും വലിയ സുഹൃത്ത്, വലിയ പഠിച്ച പണ്ഡിതന്മാർക്ക് അല്ല. നിന്നെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ, ഫാത്തിയറിയാത്ത മനുഷ്യനാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. വീണ്ടും പാരായണം ചെയ്യുക. മാലിക് യൗമിദ്ദീൻ, ആ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. അവിടെ നിൻ്റെ പ്രയാസങ്ങൾ, നിൻ്റെ ദുഃഖങ്ങൾ, നിൻ്റെ സങ്കടങ്ങൾ, നിൻ്റെ ദുരിതങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ദിവസം. പ്രവാചകൻ പറയാം, ഒരു മുഹ്മിൻ അജബല്ലി അംരിൽ മുഹ്മിൻ, ഒരു മുഹ്മിൻ്റെ കാര്യം അത്ഭുതമാണ്. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചു പ്രയാസപ്പെട്ടു. എന്താ അധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്? എനിക്ക് പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്, ദുരിതങ്ങളാണ്, സങ്കടങ്ങളാണ്, കടങ്ങളാണ്. അല്ല, ആ കടങ്ങളിലൊക്കെ നിൻ്റെ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിൻ്റെ കാലിൽ മുള്ളു തറച്ചാൽ അതിന് പരിഹാരം, അത് വലിയ പുണ്യമായിട്ടാണ് പ്രവാചകൻ. കാലിൽ മുള്ളു തറച്ചാൽ പോലും അജബല്ലി അംരിൽ മുഹ്മിൻ, ഒരു മുഹ്മിൻ്റെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും അവൻ അത്ഭുതമാണ്, പ്രതിഫലമുണ്ട് ആ വേദന സഹിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അതിൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി സഹിച്ചതിൻ്റെ ത്യാഗം സഹിച്ചതിൻ്റെ പ്രതിഫലം എത്രയായിരിക്കും? ആ ചെറിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ചില ആളുകൾ പറയാം എനിക്ക് അസുഖങ്ങൾ മാറുന്നില്ല. ക്യാൻസറിൻ്റെ ഏറ്റവും സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അവരെക്കുറിച്ച് പഠിച്ച് നോക്കൂ. അതിനെക്കുറിച്ച് ഡോക്ടർമാർ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കൂ സഹോദരങ്ങളെ. അവർ പറയാം ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ എഴുതിയ പുസ്തകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതിലൊരു വരി ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഭാഗം. അവിടെ ആ ഡോക്ടർ പറയുകയാണ്, ഒരുപാട് ആളുകൾ ക്യൂ നിന്നിട്ടുണ്ട്. 200ഓളം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ക്യൂ നിന്നിട്ടുണ്ട്. വലിയൊരു ക്യൂവിലാണ് എറണാകുളത്ത്. അപ്പോൾ ഈ ഡോക്ടർ വരുമ്പോൾ ഒരു കുറച്ച് പ്രായമായ ഒരാൾ, തിരക്കിലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് എവിടെ പോകാനുണ്ട്, പെട്ടെന്ന് കാണിച്ചിട്ട് പോകണം. അപ്പോൾ ഇവരെല്ലാവരും 100-200ഓളം ആളുകൾ ഇങ്ങനെ മാറി നിൽക്കുക. ഈ മനുഷ്യൻ, തിരക്കില്ല മനുഷ്യന് വേണ്ടിയിട്ട് ഡോക്ടർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. എന്തുകൊണ്ട്? ഇവർക്കിനി മരണമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ഇവർ മാറിക്കൊടുക്കുക. എന്തിന്? ഈ ഒരു തിരക്കിലെ മനുഷ്യൻ പോയിക്കോട്ടെ, നമുക്ക് ഏതായാലും ജീവിതം കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതം ഇനി പെട്ടെന്ന് അവസാനിപ്പിക്കുക, പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും മരിക്കും. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് സുമ്മത്ത് വഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. എല്ലാ മനുഷ്യരും ശരീരത്തിൽ, ഏതൊരു മനുഷ്യനും മരണത്തെ ആസ്വദിക്കുക, മരണത്തിൻ്റെ രുചി ആസ്വദിക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്തിനാ ധൃതി പിടിച്ച് ആത്മഹത്യ ചെയ്യുന്നത്? എങ്ങനെ മരിക്കും? അതുപോലെ ഒന്ന് ക്ഷമിച്ചുകൂടെ, ഒന്ന് സഹിച്ചുകൂടെ? അതുപോലെ നല്ലൊരു പരിശ്രമങ്ങൾ നടത്തിക്കൂടെ രക്ഷപ്പെടാൻ വേണ്ടി? ഏതൊരു അഡിക്ഷനിൽപ്പെട്ടവനാണെങ്കിലും, ഏത് പ്രയാസത്തിൽപ്പെട്ടവനാണെങ്കിലും, കടമാണെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം അവൻ നടത്താമല്ലോ. എത്ര ദുനിയാവ് എത്ര വിശാലമായ ദുനിയാവാണിത്. അതുപോലെ ഒരു മുസ്ലിം പ്രയാസപ്പെടുമ്പോൾ ദുഃഖം പ്രവാചകൻ പറയാം, അവന് കാലിൽ മുള്ളു തറച്ച പോലും പ്രതിഫലമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് പ്രതിഫലമുണ്ട്. സഹിച്ചതിൻ്റെ പേരിൽ, വിഷമം സഹിച്ചതിൻ്റെ പേരിൽ, കുടുംബത്തിൽ നോക്കുന്ന പേരിൽ. ചില ആളുകൾ പോയിക്കും, കുടുംബത്തിൽ നോക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒരു അസുഖം വരുമ്പോൾ, മക്കൾക്ക് ഒരു അസുഖം വരുമ്പോൾ, എൻ്റെ സമ്പത്തൊക്കെ പോയി, എനിക്ക് സമ്പത്ത് പണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജോലി ചെയ്തിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കണം. അതെ, മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കണം. നീ ആലോചിച്ച് നോക്കുക, എനിക്ക് പ്രതിഫലമുണ്ട് നാളെ പരലോകത്ത്. മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രതിഫലം കൂടുതലായിരിക്കാം കുടുംബത്തിന് കൊടുക്കുമ്പോഴാണ്. പുറത്ത് കൊടുത്താൽ എന്താ അറിയോ സംഭവം? പുറത്ത് കൊടുത്താൽ ചിലപ്പോൾ അറിയപ്പെടലിന് വേണ്ടി കൊടുക്കും ചില ആളുകൾ. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എൻ്റെ 2000 എഴുതിക്കോ, എൻ്റെ 5000 എഴുതിക്കോ, പ്രവാസിയാണ്, ഞാൻ ഗൾഫാണ്, ഞാൻ 5000 എഴുതിക്കോ എന്ന് പറഞ്ഞൊരു അഹംഭാവത്തോടെ കൊടുക്കുന്നതിനേക്കാൾ ആരും അറിയാത്ത അതിൽ കൊണ്ടൊരു പാട്ട വാങ്ങിയിട്ട് സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അറിയേണ്ട ഒരു പാട്ട വാങ്ങിയിട്ടാണ് കാലിലേക്ക് വെള്ളം കോരി വയ്ക്കാൻ പാട്ടയിൽ ഒരു പാട്ട വാങ്ങി, അതിന് പ്രതിഫലമുണ്ട്. കോടികളുണ്ടായി പള്ളി കെട്ടി കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ചിലപ്പോൾ അതിന് കിട്ടും. 10 രൂപയ്ക്കും കൊടുക്കുന്നത്. പള്ളിയിൽ പോകുമ്പോൾ, വെള്ളിയാഴ്ച പോകുമ്പോൾ നിൽക്കുന്ന ആളുകൾക്ക് 10-20 കൊടുക്കും. മാതാവിനും പിതാവിനും കൊടുക്കും, കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കും. പ്രതിഫലമുണ്ട്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പൈസ, ശരി, കഷ്ടപ്പെട്ട് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നമ്മുടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? റഹ്മാൻ റബ്ബ് കൂടുതൽ. അബ്ദുല്ലാഹുമായി ബന്ധപ്പെട്ട സംഭവം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ വിശദീകരിച്ചിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം പറയാം, ജനങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുക. അദ്ദേഹം ചോദിച്ചു വരുന്നതിനും കടക്കാരനും ബുദ്ധിമുട്ടുന്നതിനും പ്രയാസപ്പെടുന്നതിനും ഓപ്പൺ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ഒരു സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം മറ്റു സ്വഹാബിയുടെ ഓർമ്മ
അപ്പോൾ ഇവിടെ അത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ടതില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ല ഒരു കുറച്ച് കൊടുത്താൽ മതി, നിങ്ങൾ മൊത്തം സമ്പത്ത് ഇങ്ങനെ കൊടുക്കണ്ട. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ കൊടുത്തത് കൊണ്ട് ഞാൻ കൊടുക്കുന്നത് നിർത്തിയാൽ അള്ളാഹു എനിക്ക് നൽകുന്നത് നിർത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ കൊടുക്കുന്നത് നിർത്തിയാൽ എനിക്ക് അള്ളാഹു നൽകുന്നത് നിർത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, അവർക്ക് അസുഖമാകുമ്പോൾ, ഭാര്യയ്ക്ക് അസുഖമാകുമ്പോൾ, മാതാവിന് അസുഖം വരുമ്പോൾ, മാസങ്ങളോളം ഞാൻ സമ്പാദിച്ച് വെച്ചത് കൂട്ടി വെച്ചത് കൊടുക്കുമ്പോൾ പ്രയാസപ്പെടലേ സഹോദരങ്ങളെ. പകരം അള്ളാഹു നൽകുന്നവനാണ്, അള്ളാഹു നൽകാൻ കഴിവുള്ളവനാണ്. ലോകത്ത് ഉള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൊല്ലുകയും ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുകയും അള്ളാഹു സുബ്ഹാനഹു തആല മുഴുവനായി എല്ലാവർക്കും നൽകുകയും ചെയ്താൽ പോലും എന്ത് സംഭവിക്കുകയില്ല, അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറഞ്ഞു പോവുകയില്ല സഹോദരങ്ങളെ. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടുപിട്ടിയ രംഗമുണ്ട് പ്രവാചകൻ വിശദീകരിക്കുന്നത്. പ്രവാചകൻ പറയാം, മുത്തും പവിഴവും വീഴുന്നത് പോലെ 600 ചിറകുള്ള ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഞാൻ കണ്ടു, പൂർണ്ണ രൂപത്തിൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ചിറകളിൽ നിന്ന് മുത്തും പവിഴവും ഉതിർന്നു വീഴുന്നത് പോലെ. ഒരു മലക്കിനെ കുറിച്ചായി പറഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാമിനെ മാത്രം. ആകാശഭൂമികളെക്കാൾ ആകാശത്തും ഭൂമിയുടെ ഇടയിൽ നിന്നാൽ അത്രയും വലുപ്പമുള്ള മലക്കുകളുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ. എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാൽ മനസ്സിലാക്കാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ കുദറത്തും അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ അറിവും അവൻ്റെ കാഴ്ചയും അവൻ്റെ കേൾവിയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഒരിക്കലും മറ്റെവിടെ നിന്നും കിട്ടില്ല. പല ആളുകളും പോവുക സമാധാനത്തിന്, പലതിനും വേണ്ടി ഡോക്ടർമാരുടെ പിന്നാലെ, എഞ്ചിനീയർമാർ, വലിയ സൈക്കാട്രിസ്റ്റുകളുടെ പിന്നാലെ, വലിയ ആൾദൈവങ്ങളുടെ പിന്നാലെ. എന്തുകൊണ്ടാണ് മാതാമൃതാനന്ദയുടെ അടുക്കൽ പോയി സുജൂദ് വീഴുന്ന അവസ്ഥ ഉണ്ടായത് ഒരു മുസ്ലിം സ്ത്രീ ഫർദ ഇട്ടുകൊണ്ട്? എന്തുകൊണ്ടാണ് അത് വാർത്തയായത്? ഇത്ര നല്ല അചീയമായ ഇസ്ലാം വെച്ചിട്ട്, ഇത്ര നല്ലൊരു ആദർശം വെച്ചിട്ട്, ഇത്ര നല്ലൊരു പ്രവാചകനെ നമുക്ക് കിട്ടിയിട്ട്, ഇത്രയും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ വിട്ടുപോയിട്ടില്ല, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടില്ല, നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതായ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടില്ല. വീഴ്ച പറ്റിയിട്ടില്ല പ്രവാചകന്. എല്ലാം നമുക്ക് പഠിപ്പിച്ചെന്നു. നമ്മൾ പഠിക്കാൻ തയ്യാറ്. എവിടെയുണ്ട് നിങ്ങൾക്ക് സമയം? സ്ട്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമല്ലേ? എവിടെയുണ്ട് സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് പഠിക്കാൻ, നല്ലത് കേൾക്കാൻ? പിന്നെ എങ്ങനെ നിങ്ങളുടെ മനസ്സുകൾക്ക് അടുത്തു പോകാതിരിക്കും? പിന്നെ എങ്ങനെ നിങ്ങൾ നിരാശരാകാതിരിക്കും? നിരാശരാകണ്ട. നിരന്തരം എന്തുകൊണ്ട് ആഴ്ചക്ക് ഒരു വെള്ളിയാഴ്ച ഒരു കുത്തുബ? എന്തുകൊണ്ട് ആ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞത്? അപ്പോൾ സഹാബികൾ പറയാ, ഞങ്ങളുടെ തലയിൽ ഒരു പ്രാവ് വന്നിരുന്നാൽ പോലും ഞങ്ങളറിയില്ല. പ്രവാചകൻ്റെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ലയിച്ച് നിൽക്കുക പ്രവാചകൻ്റെ സംസാരത്തിൽ. എന്തുകൊണ്ടാണ് മുസ്ലിം ഭൂരിഭാഗത്തിൽ ഭിന്നിപ്പുണ്ടായത്? ഖുതുബയുടെ വിഷയത്തിൽ പോലും ഖുതുബത്താനി, സഹീഹ് മുസ്ലിമിൽ ഹദീസ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന, ഖുതുബത്താനി ജിൽസു ബൈനഹുമാ യഖ്റഉൽ ഖുർആൻ വയുസക്കിറുൻ നാസ്. ജനങ്ങൾക്ക് പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കും, ഖുർആൻ പാരായണം ചെയ്ത് വിശദീകരിച്ചു കൊടുക്കും. അവർക്കത് അറിയുന്ന ഭാഷയായിരുന്നു. നമ്മുടെ അവസ്ഥ എന്താ? അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ജുമാ കുത്തുബ പോയിട്ട് അറബിയിലാണ് കേൾക്കുന്നെങ്കിൽ മലയാള കുത്തുബകളിൽ നിരവധി കുത്തുബകളുണ്ട് സഹോദരങ്ങളെ. ഉസ്താദ് ചിലപ്പോൾ അതിനുശേഷം നമസ്കാര ശേഷം ചിലപ്പോൾ മലയാളത്തിൽ പ്രസംഗിക്കും. അത് കേൾക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കണം സഹോദരങ്ങളെ. എന്നിട്ട് കേൾക്കണം, ദീനപരമായ കാര്യങ്ങൾ പഠിക്കണം, മക്കളെ ചേർത്ത് പിടിക്കണം സഹോദരങ്ങളെ. ചില ആളുകൾ മക്കളെ പ്രയാസപ്പെടുത്തുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. മുസ്ലിമായ മനുഷ്യൻ മദ്യപിച്ച് വന്നിട്ട് മക്കളെ പ്രയാസപ്പെടുത്തുമ്പോൾ, ഭാര്യയെ പ്രയാസപ്പെടുത്തുമ്പോൾ, മക്കൾ ഓടി ഒളിക്കുമ്പോൾ, അവരുടെ ഭാര്യമാർ റൂമിൽ പോയി കഥ കടച്ച് കുറ്റിയിടുമ്പോൾ, മദ്യത്തിൻ്റെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് മുസ്ലിം സമുദായത്തിലെ ഈ യുവാക്കളായ മനുഷ്യർ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു സഹോദരങ്ങളെ? ഖുർആൻ അഗാധമായി പഠിച്ചില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ആയിഷയോട് പറയാ, ആയിഷ സ്വന്തം ഭാര്യയോട് പറയാ, ആയിഷ ഇന്ന് എനിക്കൊരല്പം സമയം തരണം, എനിക്കൊരല്പം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാൻ സമയം തരണം. ആയിഷ റളിയല്ലാഹു അല്പസമയം നോക്കണേ, പുറത്ത് പോകാനല്ല, ക്രിക്കറ്റ് കാണാൻ പോകാനല്ല, മറ്റെന്തെങ്കിലും വിനോദങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്ത് പോയിക്കോട്ടെ എന്നല്ല നമ്മൾ ഭാര്യമാരോട് അതാ ചോദിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുക, എനിക്ക് ഒരല്പം സമയം തരണം ആയിഷ, ഇന്ന് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 90-ാമത്തെ വചനം നിങ്ങളവിടെ വായിച്ചു നോക്കുക സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ ആൽ ഇംറാൻ 90-ാമത്തെ വചനം, 3-ാം അധ്യായം 90-ാമത്തെ വചനം. അവിടെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ നിരന്തരമായി ഓതുക. ആയിഷ ഇബ്രാഹിം സാഹിബുകൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? പ്രവാചകന് ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്, പ്രവാചകൻ്റെ മുഴുവത്തെന്നോണം നിരവധി അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന്, ഇച്ചിരി പാല് കൊണ്ടുവന്ന് നിരവധി ആളുകൾക്ക് കുടിച്ചിട്ടുണ്ട്. ഇച്ചിരി ഭക്ഷണം എത്രയോ ആളുകൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി അത്ഭുതങ്ങളുണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിൽ. പക്ഷേ ആയിഷ പറയാം, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഇതായിരുന്നു. പ്രവാചകൻ ഒരു രാത്രി വന്നു, എന്നോട് അവസരം ചോദിച്ചു അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ. എന്നിട്ട് പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിക്കുക, എന്നിട്ട് ആ പാരായണം, അതേ അധ്യായം, അതേ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുക, അതേ വചനം തന്നെ വീണ്ടും വീണ്ടും പാരായണം ചെയ്ത് കരഞ്ഞ് പ്രവാചകൻ തൻ്റെ കാൽ നനിയുമാറ്, നിന്ന പാദം നനിയുമാറ് പ്രവാചകൻ കരഞ്ഞു. ആര്? അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ അത്യുത്തമൻ,
ലോകഗുരു. എല്ലാവരും ഉറങ്ങുമ്പോൾ അവിടെ നിന്ന് കരയാ പ്രവാചകൻ അള്ളാഹിൻ്റെ മുമ്പിൽ. ചില ആളുകൾ ഇന്ന് നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ചില ആളുകൾ പറയും, എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. അല്ല, നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രവൃത്തിയിൽ കാണും. പ്രവൃത്തിയിൽ കാണാതെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞ കാപട്യമാണ് സഹോദരങ്ങൾ. എൻ്റെ പ്രവാചകൻ്റെ മുട്ടുനീര് വെക്കുമാറ് പ്രവാചകൻ നിസ്കരിച്ചു. ഇതൊന്നും പറയാൻ എനിക്ക് പോലും അധികം അവകാശമില്ല ഈ ഹദീസ് പറയാൻ. പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി പറയുന്നു മാത്രം. നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകാം, നിങ്ങൾ തെറ്റിപ്പോകരുത്, നിങ്ങൾ ആത്മഹത്യയിലേക്ക് പോകരുത്. ഒരുപാട് വിധകളെ നമ്മൾ കാണുമ്പോൾ അവർ സഹായഭ്യർത്ഥനമായി വരുമ്പോൾ, ഒരുപാട് അവരുടെ മക്കൾക്ക് പെരുന്നാളിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൂടുതൽ നിന്ന് പിരിവാക്കേണ്ട അവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? മരിച്ചുപോയവർ വേറെ, അല്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് അവർ പ്രയാസപ്പെടുത്തുമ്പോൾ എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തിട്ട് ഭാര്യയെ പ്രയാസപ്പെടുത്തുന്ന, മക്കളെ പ്രയാസപ്പെടുത്തുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത് ചോദ്യം ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ. നിങ്ങൾ വിചാരിക്കുന്നത് ഇതുകൊണ്ട് കൂടി രക്ഷപ്പെട്ടു? ഒരിക്കലും രക്ഷപ്പെടില്ല സഹോദരങ്ങളെ, ഒരിക്കലും രക്ഷപ്പെടില്ല. അതുപോലെ ഖുർആൻ ആയത്തിൽ സ്വാധീനിക്കുന്ന, എൻ്റെ സമയം കഴിഞ്ഞു പോകാൻ, ആയത്തിൽ സ്വാധീനിക്കുന്ന ആയത്തുകൾ പാരായണം ചെയ്ത് നിങ്ങൾ. ഭൂമി പ്രകമ്പനം പൊളിക്കപ്പെട്ട ആ സൂറത്ത് ആർക്കറിയാതെ? ഭൂമി പ്രകമ്പനം പൊളിക്കപ്പെട്ടാൽ അതിൻ്റെ ഭയങ്കരമായ പ്രകമ്പനം. വഖാലൽ ഇൻസാനു മാലഹ, അതിനെന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ആശങ്കാകുലരായാൽ യൗമഇദിൻ യുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാല, അതിൻ്റെ വർത്തമാനം അതൊന്ന് പറഞ്ഞറിയിക്കും. അതുപോലുള്ള വചനങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുക സഹോദരങ്ങളെ. ആയത്തിൽ സ്വാധീനിക്കുന്ന വചനങ്ങൾ, എന്നെ സ്വാധീനിച്ച വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഏത് വചനം സ്വാധീനിക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വചനങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുന്നത്. ആയത്ത് കുർസിയാണോ നിങ്ങൾ സ്വാധീനിക്കുന്നത്? ആമനസൂലാണോ? അല്ല, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാൽ നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനെ നാം എങ്ങാനും പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അവതരിച്ചിരുന്നെങ്കിൽ അത് വിനയം കൊണ്ട് പൊട്ടിപ്പിളരുമായിരുന്നു എന്ന് ഖുർആൻ. നോക്കണേ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. പർവ്വതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയാം. പർവ്വതത്തിൻ്റെ ഏറ്റവും വലിയ എവറസ്റ്റ് കൊടുമുടി ആലോചിച്ച് നോക്കൂ. 11.5 കിലോമീറ്റർ വിശാലമായ വലിയ എവറസ്റ്റ് കൊടുമുടി ആലോചിച്ചു. അതിൻ്റെ മുകളിലേക്കാണ് ഈ ഖുർആൻ അവതരിച്ചതെങ്കിൽ അത് വിനയം കൊണ്ട് പൊട്ടിപ്പിളരുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിനയം കൊണ്ട്. പലപ്പോഴും പല ഹദീസുകളിലും പ്രവാചകൻ സാഹിബുകൾ റിപ്പോർട്ട് ചെയ്തതായി കാണാം, അവർക്ക് ഫിസിക്കലി അത് അനുഭവപ്പെട്ടതായിട്ട്. അതുപോലെ തണുത്ത് പറക്കുന്ന സമയത്ത് പോലും പ്രവാചകന് വഹി എടുക്കുന്ന സമയത്ത് ആ വഹീൻ്റെ ഭാരം കാരണം വേർക്കുമായിരുന്നു പ്രവാചകൻ്റെ നെറ്റിത്തടങ്ങൾ. പ്രവാചകന് വഹി കണ്ട്, അതുകൊണ്ട് സാഹിബുകൾക്കറിയും വഹി വരുന്നുണ്ട്, ആയിഷ ബീബിക്കറിയും വഹി വരുന്നുണ്ടെന്ന് പ്രവാചകൻ. ആ അവസ്ഥ കാണുമ്പോൾ, ആ പ്രയാസപ്പെടുന്ന അവസ്ഥ, അത്ര വലിയ ഭാരമുണ്ടായിരുന്നു ഖുർആൻ. നമ്മൾ നിസ്സാരമായി ഇങ്ങനെ യാസീനുൽ ഖുർആനിലേക്ക് മിനകൽ മുസ്ലിം അലാസ്ലാത്തി മുസ്തഖിം അങ്ങനെ നമ്മൾ ഓതിപ്പോകുന്നു. അല്ല, അങ്ങനെ ഓതാൻ വേണ്ടി ഓതണം. ഓരോ അർക്കത്തിന് പ്രതിഫലമുണ്ട്, ശരിയാണ്. പക്ഷേ അതിനെ വിശാലമായി നിർത്തി ഓതി തദബ്ബുർ നടത്തി ആലോചിക്കുക, ഓരോ ആയത്തിനെക്കുറിച്ച് ചിന്തിക്കുക. ആർക്കറിയാം? ചെറിയൊരു സുഹൃത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, തീർച്ചയായും ഈ ഖുർആനെ നാം നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആർക്കാ ഈ സൂറത്ത് അറിയാത്തത്? അത് അർത്ഥം കൊണ്ട് പഠിക്കുക, ആശയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. തഫ്സീറുകൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. തഫ്സീറുകൾ ഇന്ന് ഇത്ര സുലഭമാണ് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും. പണ്ടൊക്കെ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം ഒരു ഹദീസ് പഠിക്കണം. ഇന്നോ സുലഭമാണ് ആയത്തുകൾ, ഹദീസുകൾ. എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ, പണ്ഡിതന്മാരുടെ ഗ്രൂപ്പുകൾ, ക്ലാസ്സുകൾ, എത്ര യൂട്യൂബ് വീഡിയോകൾ. സഹോദരങ്ങളെ, എന്താ പഠിക്കാൻ തയ്യാറാകാത്ത? എന്താ മനസ്സിലാക്കാൻ തയ്യാറാകാത്ത? പഠിക്കാനും മനസ്സിലാക്കാനും. എന്തുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ ദീനപരമായി ഇത്രയും കാര്യങ്ങൾ പറയുന്നു വെച്ചാൽ, ഈ ദീനിൻ്റെ അടിയുറച്ച് ഇസ്ലാമിൽ വിശ്വസിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് തെറ്റാതെ പോകും. ഇതായിരിക്കും എത്ര ആളുകളെ തെറ്റിപ്പോയത്. എത്ര രഹന ഫാത്തിമമാർ, മറ്റുള്ള ആളുകൾ നമ്മൾ കാണുന്നു. എത്ര മുസ്ലിം ജബ്ബാർ മാഷിനെ പോലെ, ആരിഫ് ഹുസൈനെ പോലെ ആളുകൾ നമ്മൾ കാണുന്നു. ഈ മതത്തിൽ ജനിച്ചു വളർന്നുമ്പോൾ അവസാനം നോക്കുമ്പോൾ പാറ്റ ഇസ്ലാമിൻ്റെ ശത്രുവായി മാറി. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ദീനിനെക്കുറിച്ച് ആയത്തിൽ പഠിക്കണം. നമ്മൾ ദീനിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ശത്രുക്കളിൽ നിന്നോ ദീനറിയാത്തവരിൽ നിന്നുള്ള ദീൻ പഠിക്കേണ്ടത്. യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ആശയ തർക്കങ്ങളും സംവാദങ്ങളൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥ ദീനിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഖുർആനെക്കുറിച്ച് ആയത്തിൽ പഠിക്കാൻ, ഹദീസുകളെക്കുറിച്ച് ആയത്തിൽ പഠിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം. അതുപോലെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നൊരു ഭാഗം, ഒരു ഖുർആൻ്റെ ഒരു വചനം, ഒമാ കാന റബ്ബുക നസിയ, നിൻ്റെ രക്ഷിതാവ് ഒന്നും മറന്നു പോകുന്നവൻ്റെ. 90-ാമത്തെ സൂറത്ത് മറിയമിൽ 64-ാമത്തെ വചനം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഒമാ കാന റബ്ബുക നസിയ. ഈ ആയത്തിനൊരു പശ്ചാത്തലമുണ്ട്. പ്രവാചകന് ഒരിക്കൽ വഹി വരാത്തൊരവസ്ഥയിലുണ്ടായിരുന്നു. നമുക്കറിയാം സൂറത്ത് കഹ്ഫുമായി ബന്ധപ്പെട്ട സംഭവം. പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വരികയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് ദിവസം പ്രവാചകന് വഹി വന്നില്ല. പ്രവാചകൻ ഇങ്ങനെ ആകാശത്തേക്കൊക്കെ ഇങ്ങനെ നോക്കും. 40 ദിവസം എന്ന് ചില റിവായത്തുകളുണ്ട്. ഒരുപാട് ദിവസം ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ അറിവിന് വേണ്ടി. അപ്പോൾ ഇവിടെ കുറച്ച് കാലം ഇങ്ങനെ വഹി വരാതിരിക്കുമ്പോൾ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി. അതുപോലെ നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞ അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ
അവർ കവിതകൾ എഴുതിയുണ്ടാക്കി പ്രവാചകനെതിരെ, ഇങ്ങനെ ആരും ജിബ്രീൽ അലൈഹി സ്വലാം വരാത്ത കൊണ്ട്. അപ്പോൾ ഇവിടെ പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തുകൾ ഓതി കൊടുത്തു. ഖുർആനിലെ ഈ സൂറത്ത് കഹ്ഫിൻ്റെ ഭാഗങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരുപാട് മറുപടികളുണ്ട്, ഒരുപാട് ചോദ്യത്തിന് ഉത്തരമുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ല ജിബ്രീൽ താങ്കൾ, അപ്പോൾ നമുക്കറിയാമോ ഒരു എത്രയോ കാലമായിട്ട് പോകും വരവായിട്ട് അടുപ്പായിട്ടുണ്ട് നല്ല. അപ്പോൾ ഇവിടെ ചോദിക്കാറില്ല, അല്ല ജിബ്രീൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വൈതു? അപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹി സ്വലാം പറയാണ്, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഇറങ്ങി വരാൻ കഴിയില്ല പ്രവാചകരെ. എൻ്റെ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം പറയാ, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി വരാൻ കഴിയില്ല. മനസ്സിലാക്കണം സഹോദരങ്ങൾ. എന്നിട്ട് ഇവിടെ ഓരോ ആളുകൾ പ്രസംഗിക്കുന്ന കേട്ടാൽ തോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തോ ഈ ഔലിയാക്കളുടെ കൈകളിലല്ല, അവർ പറയുമ്പോൾ അള്ളാഹ് കേൾക്കുന്ന മാതിരി തോന്നും ചില ആളുകളുടെ പ്രസംഗം കേട്ടാൽ. അങ്ങനെയല്ല സഹോദരങ്ങളെ, അള്ളാഹുവിനെക്കുറിച്ച് ആയത്തിൽ മനസ്സിലാക്കാനും പഠിക്കാൻ നമ്മൾ തയ്യാറാകും. അതുപോലെ ഒമാക്കാന റബ്ബുക നസിയ, അത് ഞാൻ ഉദ്ധരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറക്കുന്നവനല്ല. കാരണം ചില ആളുകൾ ചില വാക്കുകൾ കൊണ്ട് ഒരാൾ പറഞ്ഞ പ്രയാസത്തിൻ്റെ മുകളിൽ ഒരാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ അവൻ അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്ന വിഷമത്തിൻ്റെ പേരിൽ കാലങ്ങളോളം ജീവിക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ, കാലങ്ങളോളം. എന്നാൽ നീ കേട്ട വാക്കിൻ്റെ പേരിൽ, നീ കേട്ട ഒരു വാക്കിൻ്റെ പേരിൽ, ഒരു പ്രവൃത്തി കൊണ്ട് നീ ദുഃഖിച്ചത്, വിഷമപ്പെട്ടത്, പ്രയാസപ്പെട്ടത്, കാരണം നിൻ്റെ റബ്ബ് അള്ളാഹുവാണ്. അവൻ നോക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. നിന്നെ പ്രയാസപ്പെടുത്തി അവൻ അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറക്കുന്നവനല്ല. അതുപോലെ നിൻ്റെ പ്രവർത്തികൾ, നിൻ്റെ തിന്മ ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ താക്കീത്താണ് ഈ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറക്കുന്നവനല്ല. നമ്മൾ പണ്ടപ്പോൾ ചെയ്തു പോയി, ഞാൻ പണ്ട് ഇങ്ങനെ ചെയ്തു പോയി, പണ്ട് ആ തെറ്റ് ചെയ്തു പോയി, നമ്മളത് മറന്നു, നമുക്കിന്ന് നമ്മൾ എത്ര തെറ്റ് ചെയ്തു നമുക്ക് ഓർമ്മ പോലും ഇല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറക്കുന്നവനല്ല. അതുകൊണ്ട് വിശുദ്ധ സൂറത്ത് കഹ്ഫിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഗ്രന്ഥങ്ങൾ നൽകപ്പെടുമ്പോൾ ഇങ്ങനെ വലത് കയ്യിലും ഗ്രന്ഥങ്ങൾ നൽകപ്പെടുമല്ലോ സഹോദരങ്ങളെ. വലത് കയ്യിൽ നൽകപ്പെടുന്നവൻ രക്ഷപ്പെട്ടു, വലത് കയ്യിലാണെങ്കിൽ പ്രകോശത്തിലൂടെ ആണെങ്കിൽ. അതുകൊണ്ട് ആ ഗ്രന്ഥം കിട്ടിയിട്ട് നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ 12-ാമത്തെ സൂറത്ത് കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ, ഇതിൽ ചെറുതോ വലുതോ യാതൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. അത്രയും കൃത്യമായി എല്ലാം രേഖപ്പെടുത്തി. കാരണം മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താൻ വേണ്ടി, അവൻ്റെ ഓരോ പ്രവർത്തികളും വാക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എല്ലാം. മനസ്സിലാക്കുക സഹോദരങ്ങളെ. പ്രവാചകൻ പറയാ, ആരെങ്കിലും ഒരു ഇരുമ്പ് ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ വെച്ച് ആ ആയുധം സ്വന്തം വയറ്റിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് അവൻ ശാശ്വതമായി അതിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആരെങ്കിലും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ വെച്ച് ആ വിഷം കഴിച്ചുകൊണ്ട് അവൻ ശാശ്വതനായി ശിക്ഷിക്കപ്പെടും. അതായത് ഒരിക്കൽ വിഷം കഴിച്ച് ഇങ്ങനെ മരിച്ചാൽ അവിടെ വെച്ച് വീണ്ടും അവനെ ചെയ്യിപ്പിക്കും. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും സുഹൃത്തുക്കളെ, പക്ഷേ അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് നല്ല രീതിയിൽ മതപരമായി നമ്മൾ ചിന്തിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിച്ചല്ല എന്ന് പറയേണ്ടി വരും. കാരണം പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരു യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ മദ്യപിക്കില്ല, വ്യഭിചരിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. മനസ്സിലാക്കുക സഹോദരങ്ങളെ. അതുപോലെ വിഷം കഴിച്ചാണ് ഒരാൾ മരിച്ചെങ്കിൽ അവനെ വീണ്ടും പരലോകത്ത് വെച്ച് വിഷം കഴിപ്പിക്കും. എന്നിട്ട് അവൻ വീണ്ടും മരിച്ചുകൊണ്ടിരിക്കും. അതായത് അതിൻ്റെ വിഷം കുടിക്കുമ്പോൾ ആ പ്രയാസം ഉണ്ടല്ലോ, അത് അവന് വീണ്ടും അനുഭവിക്കേണ്ടി വരും. ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ വെച്ച് താഴേക്ക് ചാടിക്കൊണ്ട് അവൻ ശാശ്വതമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, മുത്തഫഖുൻ അലൈഹി ഹദീസാണ് നിങ്ങൾ കേൾപ്പിച്ച ഞാൻ. മുത്തഫഖുൻ അലൈഹി നമുക്കറിയാം, സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ ഒരുപോലെ വന്ന ഹദീസുകൾ, അതിനാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. എത്ര അങ്ങനെ നിരവധി ഹദീസുകളുണ്ട്. കേട്ടാൽ നമുക്ക് വിഷമം പ്രയാസം തോന്നും. കാരണം ആരെങ്കിലും ഒരാൾ ആത്മഹത്യയിലേക്ക് ശ്രമിച്ചുകൊണ്ട് ഇനി രക്ഷപ്പെടാമെന്ന് കരുതി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവന് കൂടുതൽ പ്രയാസമുണ്ട്. പക്ഷേ അതാണ് യഥാർത്ഥ്യം സഹോദരങ്ങളെ. നല്ല രീതിയിൽ ദീനിനെ ഉറക്കെ പിടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലൂടെ ജീവിച്ച് മരിക്കാൻ, നല്ല രീതിയിൽ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. കഠിനമായ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രവാചകൻ പറയാ, ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടുകളുണ്ടായാലും മരണം നിങ്ങൾ ആഗ്രഹിക്കരുത്, മരണത്തെ നിങ്ങൾ കൊതിക്കരുത്. പിന്നെ നല്ലോണം പ്രയാസം ബുദ്ധിമുട്ട് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു അവസരമുണ്ട്. പ്രവാചകൻ പറയാൻ, അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ. അത് അത്രയും പ്രയാസത്തെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണ് പ്രവാചകൻ പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥന. ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണമേ. അത്രേ നമുക്ക് പറയാൻ പാടുള്ളൂ. നമ്മളൊരിക്കലും ആത്മഹത്യ ചെയ്ത സഹോദരങ്ങളെ. ദുനിയാവ് വിശാലമാണ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളും രാജ്യങ്ങളും നാടുകളൊക്കെ നിങ്ങൾക്ക് കാണാനും ഒരുപാട് അനുഭവിക്കാനും പിന്നെ ഒരുപാട് സഞ്ചരിക്കാറുണ്ട് സഹോദരങ്ങളെ. 10, 30, 20, 28, 30 വയസ്സായ ആളുകൾക്ക് ആത്മഹത്യ ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസം നമുക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ അജബല്ലി അംരിൽ മുഹ്മിൻ എന്ന് പറഞ്ഞ ഭാഗം
വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞില്ല ആ ഭാഗം. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവന് ഖൈറ് വന്നാൽ അവൻ ക്ഷമിക്കും. അതായത് എന്ത് ഖൈറ് വന്നാലും അവൻ ക്ഷമിക്കും. അതുപോലെ ഇങ്ങനെയുള്ള ഷെറുകൾ വന്നാലും അവനത് ഗുണം തന്നെയാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ വിശാലമായി പഠിക്കാനും മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും യഥേഷ്ടം ജീവിതത്തിൽ അതുണ്ടാകാനും മറ്റുള്ളവരുടെ യഥേഷ്ടം പറയാനൊക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ. നമ്മളുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സാരിയുള്ള മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്ത് വരിക. അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്ര കണ്ട് അടുക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു നിങ്ങളിലേക്ക് അടുക്കുന്നതാണ്. വാഹിറുദഅ്വാനാ അൽഹംദുലില്ലാഹ്.